ഇബാദത്തുകളെല്ലാം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഖുർആനിൽ വന്നു, ഹദീസിൽ വന്നു, അത് മാത്രമേ ഇബാദത്താവൂ. പണ്ഡിതന്മാർ പറയും അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ ഹുർമ, എല്ലാ ഇബാദത്തുകളും ഹറാമാണ്, എല്ലാ ഇബാദത്തുകളും നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതൊഴികെ റസൂൽ പഠിപ്പിച്ചു നൽകിയതല്ലാത്ത ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല. ഒരാൾ ചോദിക്കുകയാണ്, സുബ്ഹ് 4 റക്അത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ? നീ പറയുകയാണ് പാടില്ല. എന്താണ് അതിനുള്ള തെളിവ്? 4 നിസ്കരിക്കരുത് എന്ന് ഏതെങ്കിലും ഹദീസിലുണ്ടോ? 4 നിസ്കരിക്കരുത് എന്നതാണ് അടിത്തറ. 2 നിസ്കരിക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? റസൂൽ അങ്ങനെയാണ് കാണിച്ചു തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തുകൾ, അവയിൽ ഏതൊരു ഇബാദത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കണം. ഇബാദത്തുകൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല എന്നത് സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.